നമ്മൾ ആസിഡിനെയും ബേസിനെയും കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്രലൈസേഷനാണ്. ആസിഡും ബേസും കൂടെ കൂട്ടിച്ചേർത്ത് ന്യൂട്രലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആസിഡും ബേസും അല്ലാത്ത അവസ്ഥയിലേക്ക് സൊല്യൂഷനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ന്യൂട്രലൈസേഷൻ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് ഇൻഡൈജഷൻ. എന്താ ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ദഹനക്കേട് എന്നൊക്കെ പറയില്ലേ, ചില സമയത്ത് നമ്മൾ കുറേ വാരി വലിച്ചതൊന്നും ശരിക്ക് ദഹിക്കാത്ത അവസ്ഥ വരും, നമുക്ക് വയറുവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷേ ഇതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇൻഡൈജഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മളുടെ സ്റ്റൊമക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്കൊരു പുളിച്ച വെള്ളം ഇങ്ങനെ നമ്മളെ വായിലേക്ക് വരാറുണ്ട്. നമ്മൾ കുറേ സമയം ഭക്ഷണം കഴിക്കാതൊക്കെ നിന്നാൽ ഒരു പുളി രസമുള്ള ഒരു ദ്രാവകം നമ്മളെ വായിലേക്ക് ഇങ്ങനെ വരും, വയറ്റുന്ന സ്റ്റൊമക്കിൽ നിന്ന്. അത് നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇത് നമ്മൾ ഡൈജസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇനി ഏതെങ്കിലുമൊക്കെ കാരണവശാൽ നമ്മളെ സ്റ്റൊമക്കിൽ എക്സസ് ആയിട്ട് അമിതമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡൈജഷൻ വരും, നമുക്ക് വയറുവേദന വരും. അങ്ങനെ വയറുവേദനയായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അതായത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതിനാണ് നമ്മൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് വിളിക്കുക. ഇതാണ് നമുക്ക് മെഡിസിനായിട്ട് തരിക. ഇത് ഒരു ബേസാണ്. ഈ ബേസ് നമ്മുടെ സ്റ്റൊമക്കിലെത്തുന്നതോടുകൂടെ എക്സസ് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ആസിഡ് ഈ ബേസുമായി റിയാക്ട് ചെയ്തിട്ട് സാൾട്ടും വാട്ടറുമായിട്ട് മാറും, ന്യൂട്രലൈസ് ചെയ്ത് പോകുന്ന അർത്ഥം. മനസ്സിലായല്ലോ? അത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതോടുകൂടെ അത് കാരണമായിട്ട് നമുക്കുള്ള വേദന നിൽക്കുകയും ചെയ്യും. ക്ലിയർ അല്ലേ? എക്സസ് ആയിട്ട് നമ്മളെ സ്റ്റൊമക്കിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇൻഡൈജഷൻ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ബേസിനെ നമ്മൾ യൂസ് ചെയ്യും, മെഡിസിനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതോടുകൂടെ നമുക്ക് ആ വേദന കുറയും. മറ്റൊന്ന് ആൻറ്റിബൈറ്റ്. ഉറുമ്പ് കടിക്കാറുണ്ടല്ലേ നമ്മളെയൊക്കെ? ഉറുമ്പ് നമ്മളെ കടിക്കുന്ന സമയത്ത് ഉറുമ്പ് ചെയ്യുന്നത് ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും. ആ ആസിഡ് നമ്മുടെ ശരീരത്തിലെത്തുന്നതോടുകൂടി അവിടെ അങ്ങനെ തടിച്ചു വരും അല്ലേ? ഓരോ ഉറുമ്പ് കടിക്കുന്നതനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവാറ്. ചില ഉറുമ്പ് കടിച്ചാൽ കുറേ വലിയ ഇതായിട്ട് വരും, ചിലതാകുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ആ ഉറുമ്പ് എത്രത്തോളം ഫോമിക് ആസിഡാണോ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് വ്യത്യാസം വരിക. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാറില്ല അല്ലേ, നമ്മൾ കുറേ വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ അതേസമയം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എന്ന് നേരത്തെ പറഞ്ഞാൽ അപ്പസോഡ, അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സാധനം, അതെടുത്തിട്ട് നമ്മൾ അവിടെ ഇട്ട് നന്നായിട്ടൊന്ന് ഉരതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും. ആ തടിച്ചു വന്ന ആ ഭാഗം പെട്ടെന്ന് പോകും. കാരണം തടിച്ചു വരാനുള്ള കാരണം ഉറുമ്പ് അവിടെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫോമിക് ആസിഡ് നമ്മളെ ശരീരത്തിലെത്തുന്നതാണ്. നമ്മളിത് വരുന്ന സമയത്ത് ഈ ഫോമിക് ആസിഡ് ഈ ബേസുമായി റിയാക്ട് ചെയ്തത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഓക്കെ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മറ്റൊരു ഇതാണ് ആൻറ്റിബയോട്ടിക്. പിന്നെ സോയിൽ ട്രീറ്റ്മെൻ്റ് ആണ്. സസ്യങ്ങൾക്ക് വല്ലാതെ ആസിഡിക് കണ്ടീഷനിലും അതേപോലെ തന്നെ വല്ലാതെ ബേസിക് കണ്ടീഷനിലും വളരാൻ കഴിയില്ല. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് സസ്യങ്ങൾ വളരുക. അധികം അസിഡിക് ആവുക അല്ലെങ്കിൽ അധികം ബേസിക് ആവുക, ഈ രണ്ട് സസ്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വല്ലാതെ അസിഡിക് ആവുകയാണെങ്കിൽ നമ്മൾ ചുണ്ണാമ്പ് പോലുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ചുണ്ണാമ്പ് കല്ല് പോലുള്ള കക്ക എന്നൊക്കെ പറയാറുണ്ട്, അതേപോലുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി ബേസിക് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഗാനിക് മാറ്ററുകൾ ആഡ് ചെയ്ത് കൊടുക്കും, അതായത് ഇലയോ അതേപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓർഗാനിക് മാറ്ററിൽ നിന്ന് ആസിഡ് റിലീസ് ചെയ്യും, ആസിഡ് ഈ ബേസിനെ ന്യൂട്രലൈസ് ചെയ്യും. അതോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആസിഡിക് ആവുകയാണെങ്കിൽ നമ്മൾ ബേസിന് ആഡ് ചെയ്ത് കൊടുക്കും, ഈ ബേസ് ഈ ആസിഡുമായി റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെ ആസിഡാണോ ബേസാണോ എന്നല്ല. ഓരോ പ്ലാന്റിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില സസ്യങ്ങളുടെ അടിയിൽ നമ്മൾ കുറേ ഇലകളൊക്കെ വെട്ടിക്കൊണ്ടിടാറുണ്ട്, അതിനാവശ്യം എന്താണ് അസിഡിക് മീഡിയ ആയിരിക്കും, അതാക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ബേസിക് മീഡിയ ആവശ്യമുള്ള സസ്യത്തിന് നമ്മൾ ബേസ് വളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ വല്ലാതെ ആസിഡിക് ആയാൽ അല്ലെങ്കിൽ വല്ലാതെ ബേസിക് ആയാൽ സസ്യങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ സോയിൽ ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് അതിന് വല്ലാതെ ആസിഡിക്കും ബേസിക്കും ആവാതെ നമ്മൾ കൺട്രോൾ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഫാക്ടറി വേസ്റ്റുകൾ. ഏകദേശം നമ്മളുടെ രാജ്യത്തുള്ള ഫാക്ടറികളിൽ നിന്നൊക്കെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അതിൻ്റെ ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റിൽ ആസിഡ് ഉണ്ടാവും.
ഇങ്ങനെ ഉള്ള വേസ്റ്റ് വാട്ടർ നേരിട്ട് പുഴയിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലേക്ക് പുഴയിലേക്കോ കടലിലേക്കോ മറ്റോ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ആസിഡ് നേരെ ആ വെള്ളത്തിലെത്തുകയും ഇത് ആ വെള്ളത്തിലുള്ള ജീവജാലങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയൊക്കെ ഹാനികരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, ഇത് പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതിനെ ന്യൂട്രലൈസ് ചെയ്യണം. ഇനി ഏതെങ്കിലും ബേസ് ഉപയോഗിച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനെ ഒഴുക്കി വിടാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ ശുദ്ധവെള്ളമായിരിക്കും. നമ്മൾ പുഴയിലേക്ക് നേരെ ഒഴുകുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മാലിന്യങ്ങളൊന്നും ഇല്ലാതെ കലരാത്ത വെള്ളമായിരിക്കും. പക്ഷേ അതിൽ ആസിഡ് ഉണ്ടെങ്കിൽ അതൊരു വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള വെള്ളമാകുമ്പോൾ നമ്മൾ അതിൻ്റെ ആസിഡിനെ ഒരു ബേസ് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പുഴയിലേക്ക് ഒഴുക്കി വിടാൻ പാടുള്ളൂ. അല്ലാതെ ഫാക്ടറി വേസ്റ്റുകളൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം അല്ലേ? വെള്ളത്തെ നമ്മൾ ശുദ്ധീകരിച്ച് അതിന് ശേഷമൊക്കെ നമ്മൾ ഒഴുക്കി വിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ആസിഡ് ആണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്രലൈസേഷൻ പ്രോസസ്സുകൾ. നമ്മൾ ആസിഡ് പറഞ്ഞു. അപ്പോൾ ആസിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ആസിഡ് റെയിൻ? അമ്ലമഴ, ആസിഡ് മഴ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ്? നമ്മളെ അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്തോ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുകയിൽ നിന്നൊക്കെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന വിറക്, ഗ്യാസ്, ഇതിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്, ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ വാഹനങ്ങളുടെ പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുകയിലൊക്കെ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പൊളൂട്ടൻസാണ്, മലിനീകാരികളാണ്, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ അന്തരീക്ഷത്തിലെത്തും. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. മഴ പെയ്യുന്ന സമയത്ത് ഈ പറയപ്പെട്ട മൂന്നും, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇത് മൂന്നും മഴവെള്ളവുമായിട്ട് മിക്സാവും. മഴവെള്ളവുമായി മിക്സായിട്ട് നേരെ താഴോട്ട് വരും. ഇത് മഴവെള്ളവുമായി മിക്സായി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് ആസിഡായി മാറും, സൾഫർ ഡൈ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡായി മാറും, നൈട്രജൻ ഡൈ ഓക്സൈഡ് നൈട്രിക് ആസിഡായിട്ടും മാറും. ഈ 3 ആസിഡുകളും കൂടെ നേരെ ഭൂമിയിലെത്തും. ഇത് നമ്മളുടെ ബിൽഡിങ്ങുകൾക്ക്, നമുക്ക്, മറ്റ് ജീവജാലങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, വെള്ളത്തിൽ ഒക്കെ ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ ഇത് സാധാരണമാണ്. ധാരാളം ഫാക്ടറികളുണ്ടാവും, ധാരാളം വാഹനങ്ങളുണ്ടാവും. ഇതിൽ നിന്നുള്ള പുക കാരണം ആസിഡ് റെയിൻ ഉണ്ടാവൽ സാധാരണ. നിങ്ങൾ താജ്മഹലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് മാർബിൾ കൊണ്ടാണ്. എന്നാൽ മാർബിൾ ക്യാൻസർ എന്ന് പറയുന്ന പ്രതിഭാസം കാരണം, നിരന്തരമായി ആസിഡ് റെയിൻ കാരണം ഈ വൈറ്റ് മാർബിൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആസിഡ് റെയിന് ജീവനുള്ളവയെ മാത്രമല്ല ജീവനില്ലാത്തവയെയും പ്രതികൂലമായിട്ട് ബാധിക്കും. മനസ്സിലായല്ലോ? റെസ്പോൺസിബിളായ ആസിഡുകളാണ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഓക്കെ. ഈ ആസിഡ് റെയിനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ്. നമ്മുടെ ആസിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇത് ആസിഡ് റെയിൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഈ മാലിന്യങ്ങൾ, പൊളൂട്ടൻസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പല്ല് കേട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആസിഡാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി നമ്മളെ വായിൽ വെച്ച് ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് നമുക്ക് പല്ല് ടൂത്ത് ഡീക്ക വരാനുള്ള കാരണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകളൊക്കെ അധികം ബേസ് ആയിരിക്കും. ഈ ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഇതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ന്യൂട്രലൈസേഷൻ്റെ എഫക്റ്റുകൾ. അപ്പോൾ നമ്മൾ പഠിച്ചത്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ആസിഡ് എന്താണ്, ബേസ് എന്താണ്, ന്യൂട്രൽ സബ്സ്റ്റൻസ് ന്യൂട്രലൈസേഷൻ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ന്യൂട്രലൈസേഷൻ്റെ എഫക്റ്റുകൾ. ക്ലിയർ ആണല്ലോ? ഇതോടുകൂടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.